ഈ കെമിസ്ട്രി പഠിക്കാൻ ഒരുപാട് പേർക്ക് ബുദ്ധിമുട്ടാണെന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ 5 ടിപ്സുമായിട്ടാണ് വന്നിട്ടുള്ളത്. നിങ്ങൾക്ക് ഫുൾ മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും ഈ ടിപ്സ്. അപ്പം 5ാമത്തെ ടിപ്പ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം ഞാൻ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുക. ആദ്യത്തെ കാര്യമാണ് വളരെ ബേസിക് ആയിട്ട് നിങ്ങൾ പീരിയോഡിക് ടേബിളും അതിൻ്റെ വാലൻസി നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് എലമെൻസിൻ്റെ വാലൻസി നിങ്ങൾ എന്തായിട്ടും അറിഞ്ഞിരിക്കണം. അതേപോലെ നിങ്ങൾ ക്ലാസ്സിൽ തന്നെ കുറച്ച് പീരിയോഡിക് ടേബിൾ പഠിക്കാൻ വേണ്ടിയിട്ടുള്ള ഈസി മെത്തേഡ്സ് ഒക്കെ പറഞ്ഞു തന്നിട്ടുണ്ടാവും. അപ്പോൾ ഇത് എന്തായാലും നോട്ട് ചെയ്ത് വെക്കുക. ഇനി രണ്ടാമത്തെ ടിപ്പാണ്, നിങ്ങൾ ഇക്വേഷൻസ് കാണാപ്പാഠം പഠിക്കരുത്. നിങ്ങൾ എഴുതി തന്നെ പഠിക്കുക. ബാലൻസ്ഡ് ഇക്വേഷൻ പ്രത്യേകം എഴുതാൻ വേണ്ടിയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കണം. ഇനി മൂന്നാമത്തെ ടിപ്പ് ഞാൻ പറയാൻ പോകുന്നത് ഓർഗാനിക് കെമിസ്ട്രിയെ കുറിച്ചാണ്. പലർക്കും ടഫായിട്ടുള്ള ഒരു പാർട്ടാണ് ഓർഗാനിക് കെമിസ്ട്രി. ഇത് നിങ്ങൾ നന്നായിട്ട് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏറ്റവും ഈസി ആയിട്ടുള്ള ഒരു പാർട്ടും കൂടിയാണ് ഈ ഓർഗാനിക് കെമിസ്ട്രി. ഈ ഓർഗാനിക് കെമിസ്ട്രിയിലെ ഫംഗ്ഷണൽ ഗ്രൂപ്പ്സും നെയിം റിയാക്ഷൻസും നിങ്ങൾ ഒരു ചാർട്ടിലാക്കി നിങ്ങൾ പഠിക്കുന്ന ടേബിളിന്റെ മുകളിൽ ഒട്ടിച്ച് വെക്കുക. അപ്പം ഓരോ സമയത്തും നിങ്ങൾ അത് പോകുന്ന സമയത്ത് നിങ്ങൾ വായിച്ചു നോക്കുക. അപ്പം ഇത് എക്സാം ഹാളിൽ എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ മൈൻഡിലേക്ക് താനേ വന്നോളും. ഇനി 4ാമത്തെ ടിപ്പാണ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യുക എന്നുള്ളത്. അപ്പം നിങ്ങൾക്ക് എത്രത്തോളം കിട്ടുന്നോ അത്രയും ക്വസ്റ്റ്യൻസ് നിങ്ങൾ സോൾവ് ചെയ്യുക. ക്വസ്റ്റ്യൻസ് ആവർത്തിച്ച് വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഇത് നിങ്ങൾക്ക് സമയം ലാഭിക്കാൻ വേണ്ടിയിട്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. ഇനി 5ാമത്തെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റാണ്, നിങ്ങൾ ആത്മവിശ്വാസം കൈവിടാതിരിക്കുക. ഈ 5 ടിപ്സും നിങ്ങൾ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കെമിസ്ട്രിയിൽ A+ നിങ്ങൾക്ക് ഉറപ്പായിരിക്കും. സോ ഓൾ ദി ബെസ്റ്റ് ഫോർ യുവർ എക്സാമിനേഷൻ. നിങ്ങൾ ഈ ഒരു റീൽ സേവ് ചെയ്ത് വെക്കുക. അതേപോലെ എൻ്റെ പേജ് ഫോളോ ചെയ്യുക. ഇനി നിങ്ങൾക്ക് ഏതെങ്കിലും സബ്ജക്ട്സിൻ്റെ ടിപ്സ് വേണമെന്നുണ്ടെങ്കിൽ ഈ കമൻറ്റ് ബോക്സിൽ ഒന്ന് കമൻറ്റ് ചെയ്തിട്ട്